സഞ്ജു സാംസണിന്റെ ഏറ്റവും പുതിയ നിലപാടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഇപ്പോൾ പരുങ്ങലിലാണ് എന്നറിഞ്ഞിട്ടും എങ്ങനെ സഞ്ജുവിന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത്. എന്റെ രാജ്യത്തിനായി വില്ലൻ വേഷവും ജോക്കർ വേഷവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത്. ഏഷ്യ കപ്പിലെ പുതിയ റോളിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സഞ്ജു സാംസണിന്റെ ഈ ഒരു മാസ് ഡയലോഗ് വന്നത്. ഏഷ്യ കപ്പ് സൂപ്പർ 4 മത്സരത്തിന് മുന്നോടിയായി നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ നടത്തിയ ഈ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള സഞ്ജുവിന്റെ പരാമർശവും ക്രിക്കറ്റിനും അപ്പുറമുള്ള ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഏഷ്യ കപ്പിൽ തുടക്കം മുതലേ മികച്ച പ്രകടനം സഞ്ജു നടത്തിയെങ്കിലും ശുഭ്മൻ ഗില്ലിന്റെ തിരിച്ചുവരവ് സഞ്ജുവിന് മധ്യനിരയിലേക്ക് മാറേണ്ട സാഹചര്യം ഒരുക്കിയിരുന്നു. അപ്പോഴാണ് സഞ്ജു പുതിയ റോളിനെ കുറിച്ച് തന്റേതായ ശൈലിയിൽ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും വലിയ അവാർഡ് നൽകി ആദരിച്ച വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹം 40-ലധികം വർഷങ്ങളായി അഭിനയ രംഗത്തുണ്ട്. ഞാൻ വെറും 10 വർഷമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലായ്പ്പോഴും ഹീറോ റോൾ മാത്രം ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. എന്റെ രാജ്യത്തിന് വേണ്ടി വില്ലൻ വേഷവും ജോക്കർ വേഷവും വരെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇതായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ. മോഹൻലാലിന് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് വളരെ അഭിമാനകരമായ വാക്കുകളാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. ടീമിന് വേണ്ടി ഏത് റോളും ചെയ്യുമെന്ന് ഊന്നി പറയാനും സഞ്ജു ഈ അവസരം വിനിയോഗിച്ചു. ഓപ്പണിംഗ് സ്ലോട്ടിൽ നിന്ന് മാറിയതിനു ശേഷം സഞ്ജുവിന്റെ പ്രകടനം വളരെ സമ്മിശ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ സഞ്ജുവിന് കളിക്കാൻ സാധിച്ചില്ല. ഇതുവരെ കളിച്ച 2 ഇന്നിങ്സുകളിൽ ഒമാനെതിരെ 56 റൺസ് നേടിയെങ്കിലും പാകിസ്ഥാനെതിരായ മത്സരത്തിൽ വെറും 13 റൺസ് മാത്രമാണ് സഞ്ജുവിനെ നേടാനായത്. പുതിയ റോളുമായി പൊരുത്തപ്പെടാൻ സഞ്ജു പെടാപ്പാട് പെടുകയാണെന്ന് ആരാധകരും പറഞ്ഞു തുടങ്ങി. ടീമിന്റെ സഹപരിശീലകൻ റയാൻ ടെൻ ഡോഷെറ്റ് പറയുന്നത് സഞ്ജു പുതിയ ആ പൊസിഷനിൽ തന്റെ റോൾ കണ്ടെത്തിയാൽ ഇനിയുള്ള മത്സരങ്ങളിൽ സാധ്യതയേറും എന്നാണ്. ശുഭ്മാൻ ഗില്ലിന്റെ തിരിച്ചുവരവ് സഞ്ജുവിന് തിരിച്ചടിയായെങ്കിലും ടീമിന്റെ ആവശ്യം മനസ്സിലാക്കി ഏത് റോളും ചെയ്യാൻ തയ്യാറാണെന്ന സഞ്ജുവിന്റെ നിലപാട് ആരാധകർക്കിടയിൽ ഇപ്പോൾ ഏറെ പ്രശംസിക്കപ്പെടുകയാണ്. മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താനും സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ട് സഞ്ജുവിന്റെ വാക്കുകളെ പ്രശംസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. എന്തായാലും ടീമിൽ നിന്ന് എത്രയൊക്കെ തഴയലുകൾ അനുഭവപ്പെട്ടാലും താൻ ഏത് റോളിലും കളിക്കാനും രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാനും, അതിപ്പോൾ വില്ലനായാലും ഹീറോ ആയാലും ജോക്കർ ആയാലും റെഡിയാണ് എന്ന തരത്തിൽ സഞ്ജു സാംസൺ പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധക വൃന്ദം കൂടുകയാണ് എന്ന് പറയാതെ വയ്യ. സഞ്ജു സാംസൺ തന്നെയാണ് നിലവിലെ യുവതാരങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ക്രിക്കറ്റർ എന്നതും വളരെ വളരെ വലിയ ഒരു സത്യം തന്നെയായി മാറുകയാണ്.